ഹലോ, നിങ്ങളിൽ കുറേ അധികം പേർ കമൻ്റ് ഇട്ട് സജസ്റ്റ് ചെയ്തിട്ടുള്ള മറ്റേ വാട്ടർമെലൺ ട്രിങ്കർ ഡിഷ് ഇല്ലായിരുന്നോ? അതിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ ആണിത്. സോയിൽ ക്ലേ കൊണ്ട് ആർക്കും വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ട്രിങ്കർ ഡിഷും കൂടിയാണിത്. എടാ, തണ്ണിമത്തങ്ങ എന്ന് പറയുമ്പം എൻ്റെ ചൈൽഡ്ഹുഡിൽ കുറേയേറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഫ്രൂട്ടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു എൻ്റെ മാത്രമല്ല, ഓൾമോസ്റ്റ് മിക്കവരുടെയും കുഞ്ഞുനാളിൽ വിചാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഈ തണ്ണിമത്തങ്ങ കുഞ്ഞിലെ കഴിക്കുമ്പം ഇതിൻ്റെ കുരുവൊക്കെ കഴിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, അയ്യോ ഇതിൻ്റെ വയറ്റിൽ കിടന്ന് കിളിക്കില്ലേ, ഇതിൻ്റെ വായിക്കൂടൊക്കെ ഇറങ്ങി വരത്തില്ലേ, കിളിച്ചിട്ട് വായിക്കൂടൊക്കെ തണ്ണിമത്തങ്ങ തൂങ്ങി കിടക്കുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ ഓരോ കുരുവായിട്ട് പെറുക്കി മാറ്റി വെച്ചിട്ട് കഴിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു കാലം. എനിക്ക് തോന്നുന്നു നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും കുഞ്ഞിലെ ചിന്തിച്ചിട്ടുള്ളതെന്ന്. ബൈ ദ ബൈ, നമ്മുടെ ട്രിങ്കർ ഡിഷ് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അധികം ടൂൾസ് ഒന്നും ഇല്ലാതെ നമുക്ക് കൈ കൊണ്ട് തന്നെ സിമ്പിളായിട്ട്, കോംപ്ലിക്കേറ്റഡ് അല്ലാതെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരെണ്ണമാണിത്. ജസ്റ്റ് കൈകൊണ്ട് തന്നെ നമുക്ക് ഫിനിഷിംഗ് ഒക്കെ കൊടുത്ത് ഡ്രൈ ആകുന്നു എന്ന് തോന്നുന്നത്, ക്രാക്ക് വരുന്നെന്നോ തോന്നുന്ന ഭാഗങ്ങൾക്കൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ വെള്ളം ഉപയോഗിച്ച് നമുക്ക് കൈ കൊണ്ട് തന്നെ സ്മൂത്ത് ആക്കിയെടുക്കാം. അങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ സ്മൂത്തായിട്ട് നമുക്ക് നമ്മുടെ ട്രിങ്കർ ഡിഷ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ഡ്രൈ ആകാൻ വെക്കാം. 1-2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ട്രിങ്കർ ഡിഷ് ഡ്രൈ ആയി കിട്ടും. അതിനുശേഷം നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ പെയിൻ്റ് അടിക്കാം. ഗ്രീൻ കളറും റെഡ് കളറും യൂസ് ചെയ്താണ് നമ്മൾ പെയിൻ്റ് അടിക്കുന്നത്. ഈ ലൈറ്റ് ഗ്രീൻ ലാസ്റ്റ് കൊടുക്കണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയ ഒരെണ്ണമാണ്. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്തോ എവിടെയോ ഒരു തകരാറുള്ളതുപോലെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് തോന്നിയോ എന്ന് കമൻ്റ് ഇടാൻ മറക്കല്ലേ. ലാസ്റ്റായിട്ട് നമുക്ക് സീഡും കൂടി വരച്ചു കൊടുക്കാം. സീഡില്ലാതെ എന്ത് തണ്ണിമത്തങ്ങ. സീഡ് ഫുള്ളായിട്ട് വരച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ തണ്ണിമത്തങ്ങയുടെ ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടുണ്ടില്ലേ. വലിയ തിരക്കേട് ഇല്ലാതെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റ് ഇട്ട് പറയാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം. ബൈ.